ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ശുചിത്വ സന്ദേശവുമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സുരക്ഷാ ഭിത്തിയിൽ നഗരസഭ ഒരുക്കിയ ചുമർ ചിത്രങ്ങൾക്ക് മുകളിൽ പരസ്യ ബോർഡുകൾ കെട്ടിയടച്ച് റെയിൽവേ. മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ചുമർ ചിത്രങ്ങൾ പൂർത്തീകരിച്ചത്. 1.5 ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒരാഴ്ച നീണ്ടുനിന്ന പണിക്കൊടുവിൽ ചുമർ ചിത്രം പൂർത്തിയാക്കി സംവിധായകൻ ലാൽ ജോസാണ് പ്രകാശനം ചെയ്തത്. 1 മാസം പിന്നിട്ടതും റെയിൽവേ ഇരുമ്പിലിൽ സ്ഥാപിച്ചിരുന്നു. അതിനു മുകളിലാണ് കഴിഞ്ഞ ദിവസം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ സ്ഥലമാണെങ്കിലും ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി റെയിൽവേ മുൻ ADRMനോട് അനുവാദം ആവശ്യപ്പെടുകയും ചിത്രം വരയ്ക്കാൻ മുൻ ADRM നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് നഗരസഭ ചുമർ ചിത്രവുമായി മുന്നോട്ടു പോയത്. എന്നാൽ പുതിയ ADRM വന്നതും റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ സ്ഥാപിച്ച് വരുമാനമുണ്ടാക്കാനുള്ള കരാറിൽ സ്വകാര്യ കമ്പനിയുമായി ധാരണയായി. ഇതാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. കരാർ കമ്പനിയാകട്ടെ ആളുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ച് പരസ്യങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പുതിയ റോഡിന് സമീപത്തായുള്ള ഭിത്തിയിലാണ് നഗരസഭ അതിമനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളായ കുഞ്ഞുണ്ണി മാഷും വള്ളുവനാടിന്റെ നാട്ടുചന്തം തിരശ്ശീലയ്ക്ക് മുന്നിലെത്തിച്ച സംവിധായകൻ ലാൽ ജോസും വർണ്ണമനോഹരങ്ങളായ പൂക്കൾ തലയിൽ ചൂടി നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സുന്ദരിയുമെല്ലാം ചിത്രത്തിലുണ്ട്. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കുക എന്ന ശുചിത്വ സന്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് നഗരസഭ രൂപം നൽകിയത്. തൃശൂർ കുന്നംകുളം സ്വദേശിയായ സണ്ണിയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചത്. 20 മീറ്റർ വീതിയിലുള്ള 3 ചിത്രങ്ങളും 2 ദിവസം എടുത്താണ് പൂർത്തിയാക്കിയത്. സംഭവത്തിൽ ചിത്രങ്ങൾക്ക് മുകളിൽ പതിപ്പിച്ച പരസ്യ ബോർഡുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കരാർ കമ്പനിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നേരിട്ട് ഇടപെടാനാകില്ലെന്നും റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.